ഈ ആപ്പിൾ വർഷത്തിൽ 416 ബില്യൺ റവന്യൂ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ഈ സെയിം ആപ്പിൾ ഒരിക്കൽ തകർച്ചെടുക്കലായിരുന്നു. 1997 അവിടെ മാർക്കറ്റ് ഷെയർ വെറും 3% മാത്രമായിരുന്നു. കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ 90 ദിവസം മാത്രം ഇൻകം. ആ സമയത്താണ് മേജറായിട്ട് ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. സ്റ്റീവ് ജോബ്സ് ആപ്പിൾ തന്നെ പുറത്താക്കി ആപ്പിൾ തന്നെ തിരികെ വിളിച്ചു. പുള്ളി തിരികെ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളുണ്ടായി. ജസ്റ്റ് ഒരു 60 സെക്കൻഡ് ക്യാമ്പയിന്, തിങ്ക് ഡിഫറെൻറ്റ്. ആക്ച്വലി അതൊരു ആഡായിരുന്നില്ല, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമായിരുന്നു അത്. ആപ്പിൾ ചോദിച്ച സിമ്പിളായൊരു ചോദ്യം, വൈ? ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്നവരെ സെലിബ്രേറ്റ് ചെയ്തവർ. തിങ്ക് ഡിഫറെൻറ്റ്. ശരിക്കും അതൊരു ശ്ലോകം മാത്രമല്ല, ഇത് ജസ്റ്റ് ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇന്ന് നമ്മളൊരു ബ്രാൻഡ് വേണ്ടിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം, നമ്മുടെ ബ്രാൻഡ് ജസ്റ്റ് ഫോളോ ചെയ്യണോ അതോ ലീഡ് ചെയ്യണോ? വീഗം വിശ്വസിക്കുന്ന ഇതാണ്, ഡിഫറെൻ്റായി ചിന്തിച്ചാൽ മാത്രമേ ഡിഫറെൻ്റായി ചെയ്യാൻ പറ്റൂ. കാരണം ഡിഫറെൻ്റായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ വേൾഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് വീഗം, ബ്രാൻഡിങ് ഫോർ ദ വൺസ് ഹൂ തിങ്ക് ഡിഫറെൻറ്റ്.